നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ കുറേ സാരി ചുരിദാർ സെറ്റൊക്കെ കാണിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ വളരെ തിരക്ക് കാരണം അതിനൊന്നും സാധിച്ചില്ല. അപ്പോൾ എളുപ്പമുള്ള ഒരു സാധനവും പിന്നെ ഈ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഹോം വെയർ ഐറ്റംസ് കാണിക്കുമോ എന്നിങ്ങനെ എൻക്വയറീസ് വരാറുണ്ട്. അപ്പോൾ അന്നാ ഓർത്ത് എളുപ്പമുള്ളൊരു സാധനം കാണിച്ചേക്കാവുന്ന നമ്മുടെ നൈറ്റി. അപ്പോൾ അത് ഞാൻ സാധാരണ വല്ലപ്പോഴും മാസത്തിൽ ഒന്നൊന്നില്ല 2 മാസം 3 മാസമൊക്കെ കൂടുമ്പോഴൊക്കെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്തിപ്പോൾ ഒരു പ്രത്യേകതയുള്ള, നമ്മൾ സാധാരണ ഒരു നൈറ്റി കാണിക്കുമ്പോൾ അതിന് 3, 4, 5 ഒക്കെ പീസ് മിനിമം കാണും. പക്ഷേ ഈ പ്രാവശ്യം കാണിക്കുമ്പോൾ ഒരു നൈറ്റിക്ക് ഒരു പീസ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം നിങ്ങൾ നൈറ്റി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയയ്ക്കുക. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക. ചിരി വന്ന് എന്നാന്ന് പറയട്ടെ, ചിലർ കാണിക്കുന്ന പരിപാടി ഓർത്തിട്ടാട്ടോ എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട് എടുക്കും, എന്നിട്ട് എല്ലാം ഇങ്ങോട്ട് അയക്കും. എന്നിട്ട് പറയും ഇതിനകത്ത് ഏതൊക്കെ ഉണ്ടെന്ന്. നമ്മളിങ്ങനെ എല്ലാം നോക്കി വന്നിട്ട് എനിക്കതിനകത്ത് 10 നമ്പർ നൈറ്റി മതിയെന്ന്. അങ്ങനെ ചെയ്യരുത്. ഇഷ്ടമുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനകത്ത് ഒരു 4-5 എണ്ണമൊക്കെ അയച്ചിട്ട് 5-8 എണ്ണമൊക്കെ വാങ്ങിക്കാനുള്ളവരങ്ങനെ ചിലർ വാങ്ങിക്കും കേട്ടോ. 5, 8, 10 വാങ്ങിക്കുന്നവരുണ്ട്. അത് എന്തെങ്കിലും ഗ്രൂപ്പ് കൂടിയൊക്കെ ഒന്നിച്ച് വാങ്ങിക്കുന്നതൊക്കെ ആയിരിക്കാം. അന്നും പറഞ്ഞ് അങ്ങനെ ചെയ്യരുത്. ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ആ ഇഷ്ടപ്പെട്ട നൈറ്റി കിട്ടിയില്ല എങ്കിൽ തൊട്ടടുത്ത് ഇഷ്ടപ്പെട്ടത് നോക്കിക്കൊള്ളുക. കാരണം എല്ലാത്തിനും ഓരോ പീസ് വെച്ചേ ഉള്ളൂ. ഇതിന് മജോറിറ്റിയും 380, 390 ആ ഒരു റേറ്റാണ് വരുന്നത്. ചിലതിന് ഇച്ചിരി കൂടുതലുണ്ട്. അതിനകത്ത് ക്വാളിറ്റി വ്യത്യാസം, വർക്ക് വ്യത്യാസം അങ്ങനെയുള്ളത്. മജോറിറ്റി 390 റേറ്റിലാണ്. എല്ലാം കോട്ടണാണ്. കുറച്ചെണ്ണം റയോണുണ്ട്. റയോണിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് നല്ല അനുയോജ്യം. വീട്ടമ്മമാർക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം നൈറ്റിക്ക് ഇച്ചിരി സ്റ്റൈലൊക്കെ, കഫ്താൻ നൈറ്റി ഉണ്ടോ അതിനകത്ത്? ഉണ്ടല്ലോ, അതേതാ തിരിച്ചറിയോ? സ്റ്റൈലൊക്കെ കുറവ്. കഫ്താനൊക്കെ അത്ര കുഴപ്പമില്ല. എന്നാലും ഏറ്റവും സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ചൂടത്ത് സുഖം നൈറ്റിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒത്തിരി ആൾക്കാർ പറയുന്നതും കേൾക്കാം. അപ്പം നമുക്ക് നൈറ്റി കാണാം. ഇതെല്ലാം മജോറിറ്റി എണ്ണം വന്നിരിക്കുന്നത് XL സൈസാണ്. XL സൈസ് എന്ന് പറഞ്ഞാൽ അത് XLൻ്റെ വലിപ്പമുണ്ട്. ഫ്രീ സൈസാണ്, പക്ഷേ അതിൽ XL എന്നാണ് അടിച്ചിരിക്കുന്നത്. XLന് താഴോട്ട് സൈസുള്ളവർ, അതായത് ചെറിയ സൈസുള്ളവർ കുറച്ച് ഓൾട്രേഷൻ ചെയ്യേണ്ടി വരും. പിന്നെ ഭയങ്കര വണ്ണമുള്ളവർ XXL എന്ന് പറയുന്ന ആ ഒരു സൈസുണ്ട്. അത് XXL തന്നെയാണ്, അതെടുത്തേച്ചാൽ മതി. ബാക്കി നോർമൽ. ഈ XL എന്ന് പറഞ്ഞാൽ അത് ഫ്രീ സൈസാണ്. XLന് ഒറ്റ സൈസ് തന്നെ അടിച്ച് വരുമ്പോൾ അത് XLന് അങ്ങനത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നതേ ഉള്ളൂ. ലാർജ് സൈസ് ഉള്ളവർക്കും മീഡിയം സൈസ് ഉള്ളവർക്കും ഒന്നും ഇടരുതെന്നല്ല. ലാർജ് സൈസ് ഉള്ളവർക്കൊക്കെ ചെറിയ ഓൾട്രേഷൻസ് ഒക്കെ നടത്തിയാൽ മതി. സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്ത് ഇച്ചിരി വണ്ണമൊക്കെ കുറച്ച്, അല്ലെങ്കിൽ ഇച്ചിരി ഇറക്കമൊക്കെ കുറയ്ക്കേണ്ടേ വരുള്ളൂ. അത്രേ ഉള്ളൂ. ഇതാണ് ആദ്യത്തെ നൈറ്റി. ഇത് ബ്ലാക്കാണോ അതോ ഡാർക്ക് ഗ്രീനോ? അല്ലേ, ഡാർക്ക് ഗ്രീനാണ്. കണ്ടാൽ ബ്ലാക്കാന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ചുരിദാർ കട്ടാണ്. കണ്ടോ? ഇതിൻ്റെ വില 420 രൂപ. 420 അല്ലേ ആദ്യം കാണിക്കുന്നതല്ല. ഇത് ഒന്നാമത്തെ കളർ. ഇത് ഇറക്കമൊക്കെ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഒരു ഭയങ്കര പൊക്കമുള്ളവർക്കുള്ള ഒരു ഇതല്ല. ഒരു എനിക്ക് തോന്നുന്നു ഒരു 50 ഇഞ്ച് ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു. അല്ലേ, അത്രയില്ലേ? 48, 50 ഒക്കെ എടുത്ത് കാണും കേട്ടോ. അങ്ങനെ അളന്ന് നോക്കിയിട്ടല്ല കറക്റ്റ് പറയുന്നത്, ഏകദേശം പറയുക കേട്ടോ. നമ്മൾ കുർത്തിയുടെ ഒരു ഏകദേശ കണക്ക് വെച്ച് പറയാം. ഞാനിപ്പം വെച്ച് നോക്കിയപ്പം എൻ്റെ പാദത്തെ മുട്ടിയാണ് കിടക്കുന്നത്. എല്ലാം ഒരേ സൈസാണ്, കളർ മാത്രമുള്ള വ്യത്യാസം. ഇത് കോഫി ബ്രൗൺ അല്ലേ. നെക്ക് ഇങ്ങനെ റൗണ്ട് നെക്ക്, നല്ല നെക്ക്. കൈക്കൊക്കെ ആവശ്യത്തിന് നീളവും വീതിയൊക്കെ ഉണ്ട്. ഒത്തിരി ഓൾട്രേഷനൊന്നും ചെയ്യണ്ട. ഈ ഒരു സ്റ്റാൻഡേർഡ് സൈസാണ്, അതായത് മജോറിറ്റി ആൾക്കാർക്കും വരുന്ന സൈസിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചിലർക്ക് വണ്ണം കൂടുതലുള്ളവർക്ക് പറ്റത്തില്ല. കൈ ഇങ്ങനെയല്ല കേട്ടോ, കൈ അകത്തോട്ട് ഇതേ മടങ്ങിയിട്ടുണ്ട്, വണ്ണമൊക്കെ ഉണ്ട്. ഫ്രീ സൈസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. ഇത്ര മജോറിറ്റി ആൾക്കാർക്ക് പറ്റുന്ന ഒരു സൈസ്. നേവി ബ്ലൂ. മറ്റേത് ഡാർക്ക് കോഫി ബ്രൗൺ ആയിരുന്നു. ഇത് ലൈറ്റ് കോഫി ബ്രൗൺ. ഒറ്റ നോട്ടത്തിൽ കോഫിയുടെ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഷെയ്ഡ്. ഇങ്ങനെ ചുരിദാർ കട്ടാണ്. ഇവിടെ നെക്കിൽ ഇങ്ങനെ ഒരു വർക്ക്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.
ഇതും ആ റേറ്റിലുള്ളതാണ്, സെയിം റേറ്റാണ്, വർക്കിലുള്ള ഒരു ചെറിയ വ്യത്യാസം. സൈസ് എല്ലാം സെയിം തന്നെ, എക്സൽ സൈസ്. ലെങ്ത്തും ബാക്കി എല്ലാം സെയിം തന്നെ. ഈ ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു വർക്ക് മാത്രം വ്യത്യാസപ്പെട്ട്, നെക്കിൽ ഒരു വീനെക്ക് പോലെ വന്നിട്ട് ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുക. ഇതിപ്പോൾ ബ്ലാക്ക് ഷെയ്ഡ്. ബോട്ടിൽ ഗ്രീൻ. നല്ല സുഖമാട്ടോ ഇടാനൊക്കെ, നല്ല നല്ല പ്യുവർ കോട്ടൺ ആണ്, മിക്സ് കാര്യങ്ങളൊന്നുമില്ല, നല്ല പ്യുവർ കോട്ടൺ ആണ്. നിങ്ങൾ ഷേപ്പ് ചെയ്ത് ഇടുന്നവരുണ്ട്, ഷേപ്പ് ചെയ്യുമ്പം കോട്ടൺ ആണ്, വാഷ് ചെയ്യുമ്പം പ്യുവർ കോട്ടൺ ആകുമ്പം വാഷ് ചെയ്യുമ്പോൾ ഒരു പൊടിക്കൊന്ന് ചുരുങ്ങുകയും കളറ് പോകുമെന്ന് എനിക്കറിയത്തില്ല. ഫസ്റ്റ് ടൈമിൽ പ്യുവർ കോട്ടൺ, ഈ പോളിസ്റ്റർ മിക്സ് വരുമ്പോഴാണ് ഇതൊന്നും സംഭവിക്കാത്തത്. പക്ഷേ അത് നമ്മുടെ ശരീരത്തിന് സുഖമില്ല. അതേസമയം പ്യുവർ കോട്ടൺ ഏത് സാധനം എടുത്താലും ചെറുതായിട്ടൊരു ചുരുങ്ങലും ചെറിയൊരു കളർ ഫെയ്ഡും ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം വാഷ് ചെയ്യുമ്പോൾ ഒന്ന് കെയർഫുള്ളായാൽ മതി. ഇത് നേവി ബ്ലൂ. ബ്ലാക്ക് അല്ലേ ഇത് തന്നെ കാണിച്ചോ, അതോ? എനിക്കെപ്പോഴും ഭയങ്കര കൺഫ്യൂസ്ഡാണ്. മറ്റേ ഏതാ കാണിച്ചല്ലേ? ഇത് ബ്ലാക്ക്. നൈറ്റി ഇടുന്നു എന്നുള്ളൊരു അല്ലേ, ഒരു ഇഷ്ടക്കേട് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇട്ടിട്ട് ഇച്ചിരി ഇറക്കം കുറച്ചാൽ മതി. അപ്പം എന്താ പറയുന്നത്, ഒരു മാക്സിന്ന് ഇത് നൈറ്റിക്ക് മാക്സിന്ന് തന്നെ പറയുന്നത്. വേറെ വേണമെങ്കിൽ അങ്ങനെ, നമ്മൾക്കിപ്പോൾ ചുരിദാർ കട്ടും കൂടി ആയതുകൊണ്ട് നല്ല ഒരു സുഖമാണ്. അത് ബ്ലാക്ക് ആയിരുന്നേ. ഉണ്ടോ? ഡാർക്ക് മെറൂൺ. എല്ലാം ഡാർക്ക് ഷെയ്ഡാണ്. ഡാർക്ക് ഷെയ്ഡ് കാണാൻ ഭംഗി ലൈറ്റ് ഷെയ്ഡാണേലും വീട്ടിൽ ജോലി എടുക്കുന്ന വീട്ടമ്മമാർക്ക് അനുയോജ്യമായിട്ടുള്ളത് ഡാർക്ക് ഷെയ്ഡായിരിക്കും അല്ലേ? ഇത് വേറെ റേറ്റാ? സെയിം റേറ്റാണോ? ഉറപ്പാണോ? നീളം, വീതി, വണ്ണം, പൊക്കം എല്ലാം വ്യത്യാസം. ഈ നെക്കിൽ വരുന്ന ഇതിൽ മാത്രം പ്രിൻറ്റിലും ഉള്ളൂ വ്യത്യാസമുള്ളൂ. നെക്ക് ഇങ്ങനെ ഒരു നിറച്ച് എംബ്രോയ്ഡറി വെക്കുകയും നല്ല നീറ്റായിട്ടുള്ള നൈറ്റി കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇത്ര ഒരു ചെറിയ യോക്ക് പാർട്ടിൽ വരുമ്പോൾ ഇങ്ങനെ കട്ടിങ് ഒന്നുമില്ല, ഞാൻ ചുരിദാർ കട്ട് തന്നെയാണ്. ഇങ്ങനൊരു നൈറ്റി, കോട്ടൺ നൈറ്റി, നല്ലൊരു വർക്ക്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ വർക്ക് തന്നെയാണ് ഇത്, ആ വർക്കിൻ്റെ തന്നെ പ്രിൻറ്റിൽ വ്യത്യാസം. അപ്പം ഈ പ്രിൻറ്റ് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ഫസ്റ്റ് ഇഷ്ടപ്പെടുന്ന പ്രിൻറ്റുകൾ ഇഷ്ടമില്ല. ഒരു നൈറ്റിക്ക് വേണ്ടി ഷിപ്പിംഗ് ചാർജ് മുടക്കാതെ 3-4 എണ്ണമൊക്കെ ഒന്നിച്ച് വാങ്ങിക്കണം. എപ്പോഴും നൈറ്റി ഒന്നും വാങ്ങിക്കുന്ന ഒരു സാധനമല്ലോ. പിന്നെ ഇപ്പോഴത്തെ ചൂടത്ത് നമുക്ക് ഒത്തിരി എണ്ണം വേണം താനും അല്ലേ? അപ്പോൾ ഇപ്പോൾ പ്രിൻറ്റ് ആദ്യത്തേത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത പ്രിൻറ്റ് നോക്കിക്കോണം. അതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരെണ്ണം വെച്ചേ ഉള്ളൂ. എല്ലാം വ്യത്യാസമൊന്നുമില്ല, ഈ ബോഡിക്കുള്ള പ്രിൻറ്റിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം, ബാക്കി അല്ല ഒന്നല്ലേ? ആണോ? അതെ അല്ലേ? ഇത് നല്ല രസമാണ് കേട്ടോ, നല്ല രസം എന്ന് പറഞ്ഞാൽ ഒരു നീറ്റ്നെസ് ഉണ്ട്. ഞാൻ എൻ്റെ നൈറ്റി ആയതുകൊണ്ട് നല്ലതെന്ന് അങ്ങനെ പറയുന്നതല്ല, ചുമ്മാ പൊട്ട സാധനത്തെ നോക്കി നല്ലതാണെന്ന് പറയാൻ ഞാനൊരു വസ്ത്രപ്രേമിയായ ഞാൻ ഒരിക്കലും തയ്യാറാകത്തില്ല. എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നതല്ല ഞാൻ നല്ലതാണെന്ന് പറയുന്നത്. ഇതങ്ങനല്ല, ഇത് ശരിക്കും ഒരു വൃത്തിയുണ്ട്, ഒരു എന്താ പറയുന്നത്, ഒരു എന്താ ഒന്നും പറയുന്നില്ല. ഇത് അടുത്ത പ്രിൻ്റ്. ഞാൻ പറയട്ടെ, അത്യാവശ്യം കട്ടിയൊക്കെയാണ്, ഡ്രസ് കട്ടൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ലെന്നേ ഞാൻ പറയുള്ളൂ. സത്യം, വൈകിട്ട് മാത്രമൊക്കെ ഇടുന്നെങ്കിലേ പെണ്ണുങ്ങളോട് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എന്നാ ചെയ്യും? എന്തെല്ലാം എത്ര ഡ്രസ്സ് ഇടണം അല്ലേ? ഒന്നിൻ്റെ അടിയിൽ ഒന്ന് പറഞ്ഞ് എന്തൊരു അന്യായം. ആണുങ്ങൾക്കൊക്കെ ആണെങ്കിൽ കൂളായിട്ട് അങ്ങ് നടക്കാമല്ലോ അല്ലേ? അടുത്ത ഡിസൈൻ, എല്ലാ ഡിസൈനും നല്ല കേട്ടോ. ഒന്ന് എല്ലാം വലിയ ഡിസൈൻസ് ഉള്ളതുകൊണ്ട് ചെറുതുമുണ്ട്, എല്ലാം നല്ലതാണ്. ബ്ലാക്ക് അത് നേവി ബ്ലൂ ആട്ടോ, എല്ലാം നേവി ബ്ലൂ ആണേ. നേവി ബ്ലൂവിൽ ബ്ലാക്കാണ് നേവി ബ്ലൂ ആണോ? ബാക്കിയെല്ലാം ബ്ലാക്ക് ആയിരുന്നു അല്ലേ? ഇപ്പം ഞാൻ കാണിച്ച് മാറ്റിയത് നേവി ബ്ലൂ, ബാക്കിയെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നാണ് പറയുന്നത്. ലൈറ്റിൻ്റെ വെട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ സൺലൈറ്റിൻ്റെ വെട്ടത്തിലെ കറക്റ്റ് കളർ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഈ നല്ല രസം കേട്ടോ, നല്ല നൈറ്റിയാണ്, നല്ല നീറ്റായിട്ടുള്ള നൈറ്റിയാണ്. ഇത് ബ്ലാക്ക്, ഇങ്ങനത്തെ ഒരു ഡിസൈൻ. ഇതാണോ റേറ്റ് കൂടിയ നൈറ്റി?
ഇത് റേറ്റ് കൂടുതൽ ഇല്ലല്ലോ. ഈ റേറ്റ് നൈറ്റിയുടെ എത്രയാണ്? 10 രൂപയുടെ വ്യത്യാസം അല്ലേ? ഇത് 430. ഇതെന്നാന്ന് പറയുക, ഇതാ ഞാൻ പറഞ്ഞ റയോണിൻ്റെ നൈറ്റി. എന്നാ സുഖമാണെന്നറിയോ ശരിക്കും. ഞാൻ എന്നാന്ന് പറയട്ടെ, വൈകിട്ടൊക്കെ നൈറ്റിയൊക്കെ ഇടാനായിട്ട് ഞാനും എടുത്തിട്ടുള്ളതാണ് കേട്ടോ. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല രാത്രി ചുരിദാറും മറ്റേ സാധനമെല്ലാം ഇട്ടുകൊണ്ട് കിടക്കുക. അപ്പം എന്നെ ബോഡിക്ക് നല്ല സുഖമാണ്. ഇത് റയോണിൻ്റെ നല്ല ഗേജ് കൂടിയ മെറ്റീരിയൽ. റയോൺ എന്ന് പറയാൻ പറ്റത്തില്ല, റയോണിൻ്റെ ഏറ്റവും ക്വാളിറ്റിയുള്ള ഒരു മെറ്റീരിയലിൽ ചെയ്ത നൈറ്റിയാണ്. നല്ല കംഫർട്ടാണ്. പിന്നെ പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിലും ശരീരത്തിന് ചൂടും അങ്ങനത്തെ ബുദ്ധിമുട്ടോ എന്തെങ്കിലുമൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിലും ഇതിടാൻ നല്ലതാണ്. ചുരിദാർ കട്ടാണ്. ഇങ്ങനെ ഇവിടെ ഓപ്പൺ ഉണ്ടേ. അതിനൊക്കെ ഓപ്പൺ ഉണ്ടായിരുന്നോ? നമ്മൾ നൈറ്റി ഗവേഷക അല്ലാത്തതുകൊണ്ട് അങ്ങനെയൊന്നും ശ്രദ്ധിക്കത്തില്ല. ഇത് കേട്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ ഉണ്ട്. നല്ല നൈറ്റി കേട്ടോ. ഇതിപ്പോൾ ഒരു റെഡിഷ് മെറൂൺ കളറ്. ഞാൻ പറഞ്ഞിട്ട് ചൂട് അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവരൊക്കെ ഇങ്ങനത്തെ എടുത്ത്. പക്ഷെ അധികം ഇല്ല കേട്ടോ, സ്റ്റോക്ക് അധികം. എക്സൽ സൈസ് തന്നെയാണ്, സ്റ്റോക്ക് അധികം ഇല്ല. ഞാൻ പറഞ്ഞില്ല, എല്ലാം ഒറ്റ പീസ് വെച്ച് നമ്മൾ വെച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു 5 പീസ് മിനിമം കാണുന്ന. സാധാരണ നൈറ്റി കാണിക്കുമ്പോഴേ ഒരെണ്ണത്തിന് തന്നെ മിനിമം 5-10 കാണുന്ന. ഇതില്ല. നേവി ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ്. എനിക്കത് ഈ മെറ്റീരിയലിൻ്റെ സുഖത്തെയാണ് ഞാൻ പറയുന്നത്, ബാക്കിയൊന്നും നോക്കരുത്. ഇട്ട് കഴിഞ്ഞാലുള്ള സുഖം. ഇത് മേടിക്കുന്നവർ എന്നോട് പറയണേ ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേന്ന് കേട്ടോ. ഇട്ടിട്ടെ പറയുമോ? ഇത് അടുത്തത്, ഇത് ഡാർക്കും ആണ് ലൈറ്റും ആണ്. നല്ല ഒരു സൈസ് ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡ്, ഗ്രീനും മെറൂണും ചേർന്ന ഒരു ഷെയ്ഡ്. ഗ്രീനും, അയ്യോ അത് ഓപ്പൺ ആയി കിടക്കും. കൊളുത്ത് കളറായതുകൊണ്ട് എനിക്കാണെങ്കിൽ കണ്ണും കാണത്തില്ല, കണ്ണൊന്നും പിടിക്കുന്നില്ല. എന്തുവാ, ഗ്രീനും നേവി ബ്ലൂവും കൂടി ചേർന്ന ഒരു ഷെയ്ഡ്. പിന്നെ ഞാനൊരു കാര്യം ഉറപ്പായിട്ടും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പം ചിലർ എന്നെ എടുക്കുമെന്നറിയാം, ഇത് എഡിറ്റ് ചെയ്യും, എന്നിട്ട് സൂം ചെയ്ത് കഴിച്ച് നമ്പരും പ്രൈസും ഇല്ലാതെ അയച്ചാൽ ഉത്തരം പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഈ നൈറ്റി ഒന്നും വെച്ചോണ്ടല്ല ആരും ബുക്കിങ്ങിന് ഇരിക്കുന്നത്. ഇത് മാത്രമേ ഉള്ളൂ, നമ്പർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്പർ. ഇത് കഫ്താൻ നൈറ്റി കേട്ടോ. ഇനിയിപ്പോൾ നൈറ്റി ഇടുന്നതിനൊരു സ്റ്റൈലില്ല, നൈറ്റി മോശമാണെന്ന് തോന്നുന്നവർക്ക് കഫ്താൻ ഇപ്പോഴത്തെ നല്ല സുഖവുമാണ്. ഒന്നുമില്ല, ഇത് ഇവിടെ ഒന്നും വീണ് കിടക്കത്തൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഷേവ്. ഇത് എത്രയേ ഉള്ളൂ കൈയുടെ വണ്ണം. ഞാൻ വേണമെങ്കിൽ ഒന്നെണ്ണം ഇട്ട് കാണിക്കാമെന്നില്ല. ഇത്രയും ലൂസുണ്ട്. അതിൻ്റെ സ്റ്റൈൽ അങ്ങനെയാണ്, ആ ലൂസ് കിടക്കുന്നതാണ്. അത് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് അടിച്ചാൽ മതി. ഇച്ചിരി കാറ്റൊക്കെ കയറണം ഇലയിലേക്ക് അല്ലേ. അപ്പോൾ നൈറ്റി ഇടുന്നതിനകത്ത് ഇച്ചിരി സ്റ്റൈൽ കുറവാണെങ്കിൽ കഫ്താൻ ഇട്ടാൽ മതി. ഇച്ചിരി ഒരു ഇറക്കം കൂടെ കുറച്ചിട്ടാൽ നല്ലൊരു വീട്ടിൽ നിൽക്കാൻ നല്ലൊരു വേഷമായി. ഞാൻ പറഞ്ഞിട്ട് ഇച്ചിരി ലെങ്ത്തും കൂടെ അങ്ങ് കുറയ്ക്കണം, ഒരു 3/4 ആക്കണം. ഇതുണ്ടോ, ഇവിടെയാണ് അതിൻ്റെ സാധനം, സുന. ഇതതിൻ്റെ ബാക്കിയെല്ലാം ഒന്ന്. കഫ്താൻ നൈറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇങ്ങനെ ഇത് ഇവിടെ എല്ലാം അടിപ്പുള്ളതാട്ടോ. ഇങ്ങനെ കഫ്താനായിട്ട് കിടക്കും. 500, വെറും 400 400 കൂടെ വേറെ എന്തെങ്കിലും സാധനം ഉണ്ടോ? അതിൻ്റെ 3 കളറ്. കഫ്താൻ നൈറ്റി ഇടുന്നത് നല്ലതാണ്. കാരണം എന്നാ ചോദിച്ചാൽ ഒരു തീരെ അങ്ങ് ലോക്കൽ അല്ല, മീൻസ് ലോക്കൽ എന്നല്ല അതിന് പറയേണ്ട. നമുക്കൊരു നൈറ്റി ഇട്ടുകൊണ്ട് വെളിയിലൊക്കെ അങ്ങനെ നടക്കാനൊരു ഇഷ്ടമില്ലല്ലോ. അകത്ത് വീടിനുള്ളിലിടുന്ന ഒരു സാധനമല്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിടുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. വലിയ വാചകം അടിക്കുന്ന കേട്ടാത്തൊന്നും നിറച്ചും സ്റ്റോക്ക് ഉണ്ടെന്ന്. സ്റ്റോക്കില്ല, 3 എണ്ണേ ഉള്ളൂ. എന്നെ അങ്ങനെ സ്റ്റോക്ക് കൊണ്ടുവരാൻ ഞാൻ ചോദിച്ചാൽ എണ്ണം കൂടുതലുണ്ട് ഒത്തിരി. അതുകൊണ്ട് ഒത്തിരി വെക്കണ്ടാന്ന് വെച്ചു. ഇനി എന്തോരം വേണേലും കൊണ്ടുവരാനും. ഇതിപ്പോൾ ഉണ്ടല്ലോ ഒരു ഡാർക്ക് ഗ്രീൻ, ഒരു പായലിൻ്റെ ഒക്കെ ഷെയ്ഡ്. ഇത് റയോണിൻ്റെ അല്ലേ മുമ്പ് ഞാൻ കാണിച്ച റയോണ്. വിലയോ? റയോണിൻ്റെ തന്നെ ആ ഒരു മെറ്റീരിയൽ ഞാൻ പറഞ്ഞില്ലേ, നല്ല സുഖമെന്ന് പറഞ്ഞ ആ മെറ്റീരിയലില്ലേ, ഇതിന് വില കൂടുതലുണ്ടേ. ആ മെറ്റീരിയലിന്, ആ റയോണിന് നമുക്കറിയാമല്ലോ, നല്ല കൂടിയ റയോൺ വരുമ്പം വില കൂടുതലുണ്ട്.
ആ ആ കുർത്തിയുടെ ഇവിടെ ബോഡി നെക്കിൽ വർക്ക് ചെയ്ത കുർത്തി ഉണ്ടോ, സോറി നൈറ്റി, അതാണിത്. ആ മെറ്റീരിയൽ തന്നെ, അത് ഭയങ്കര ബോഡിക്ക് സുഖമുണ്ടെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ആ നൈറ്റി അതിൻ്റെ തന്നെ സെയിം മെറ്റീരിയൽ റയോണാണ്. റയോണിൻ്റെ ഏറ്റവും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ. അതിൽ ഈ വർക്ക് ചെയ്ത് 520 രൂപയാണ് ഇതിൻ്റെ വില. 520 രൂപ. നമ്മുടെ ബ്രാൻഡഡ് നൈറ്റിയൊക്കെ എടുക്കുമ്പോൾ തന്നെ അല്ലേ 800-900 രൂപയൊക്കെ അല്ലേ, അതിലും മേളിലേക്ക് അതുക്കും മേലെ സാരിയുടെ വിലയാകുന്നുണ്ട് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ നൈറ്റിക്ക്. അടുത്തത് നേവി ബ്ലൂവും പിന്നെ ഇങ്ങനെ ഒരു കളറും. ഇതിനകത്ത് XXL വേറെ ഉണ്ടോ അതോ ഒന്നിച്ചാണോ ഇരിക്കുന്നത്? ഞാനപ്പോൾ ഓരോന്നിലും നോക്കണോ അതോ എങ്ങനെ അറിയും XXL ഏതാണോ? ഞാനാണേ നോക്കുന്നില്ല, എനിക്ക് കണ്ണൊന്നും കാണത്തില്ല. എനിക്ക് കണ്ണ് കാണത്തില്ലെന്ന് ഞാൻ പറയുന്നത് എന്നാണെന്നറിയോ, എനിക്ക് പ്രായമായിട്ട് കണ്ണ് കാണത്തില്ലാതല്ല, ചെറിയ പ്രായത്തിലും കണ്ണ് കാണത്തില്ലാതാകത്തില്ല. അങ്ങനെ കണ്ണ് കാണത്തില്ലെന്ന് പറയുമ്പോൾ ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല ആരും കേട്ടോ. ഇത് അത് തന്നെ വേറൊന്നും. ഇവിടെ എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ ഈ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ലേസ് വർക്ക്, പിന്നെ ഒരു എംബ്രോയ്ഡറി വർക്ക്. നല്ല ലെങ്ത്തും വിട്ട് ഞാൻ ഓരോ തവണയും പറയാത്തത് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഇച്ചിരി ഓൾട്രേഷൻ ചെയ്യേണ്ടി വരുമായിരിക്കും, പൊക്കം കുറവുള്ളവർക്ക് മടക്കി അടിക്കേണ്ടി വരുമായിരിക്കാം. പൊക്കം ഉള്ളവർക്ക് പ്രശ്നമില്ല. ഇനി അതുക്കും മേലെ പൊക്കം ഉള്ളവർ എന്നാ എടുക്കണം, അണ്ടർ സ്കേർട്ട് ഇച്ചിരി ഇറക്കിയിടണം, അങ്ങനെയൊക്കെ പറ്റുള്ളൂ. നമുക്കിത് ഓരോന്നിൻ്റെയും പൊക്കവും നീളം മണ്ണമൊന്നും എടുത്ത് വെച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞില്ല, ഒരു സ്റ്റാൻഡേർഡ് സൈസാണ് നൈറ്റി എന്ന് പറയുന്നത്. അല്ലാതെ M2XXL എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ ഫ്രീ സൈസായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് 380 അല്ലേ, 390 ആ ശരിയാ, 390 കേട്ടോ. XL സൈസ് തന്നെ. ഇതായത് ഇതിപ്പോൾ ചുരിദാർ കട്ട്. നേവി ബ്ലൂ, ഇത് ഒനിയൻ, എല്ലാം നല്ല കോട്ടൺ നൈറ്റി, പ്യുർ കോട്ടൺ. ഒനിയൻ, ഉണ്ടോ ഇങ്ങനെ. ഇതൊന്ന് കാണിച്ചേ, നൈറ്റി ഒന്ന് കാണിച്ചേ. ഈ ബോഡി മാത്രം താഴോട്ടുള്ളത് കാണിക്കാത്തതുകൊണ്ട് കുഴപ്പമുണ്ടോ ഇല്ല, ഇങ്ങനെയും കൂടെ കാണിക്കണോ? കാണിക്കുന്നുണ്ടായിരുന്നോ? ഇങ്ങനൊരു ചെറിയ സൈഡിൽ കൂടെ ഒരു ഡിസൈൻ പോയിരിക്കുന്നു, ഒരു ചന്ദന കളറിൻ്റെ ഒരു ഇത്. ബാക്കിലും അങ്ങനെ തന്നെ പിസ്ത ഗ്രീൻ, നല്ല കോട്ടൺ ആട്ടോ. കോട്ടൺ ആണോ റയോൺ ആണോ എന്നാണെങ്കിലും നല്ല മെറ്റീരിയൽ, തൊടുമ്പോഴേ അറിയാം. ഈ ഒരുമാതിരി പശ പിടിച്ചിട്ട് ഒരു പശ പോയി കഴിയുമ്പോൾ അതൊരുമാതിരി പഴം തുണി പോലെ ആകുന്ന അങ്ങനത്തെ ഒരു മെറ്റീരിയൽ അല്ല ഇത്. ഇത് നല്ല ക്വാളിറ്റിയുള്ള കോട്ടണാണ് ഇത്. മസ്റ്റാർഡ് യെല്ലോ കണ്ടോ, ഇത് പിടിക്കുമ്പോൾ റയോൺ പോലെ തന്നെ ഇരിക്കുന്നു. റയോൺ ആണോ ഇനി അതോ കോട്ടൺ ആണോ? കോട്ടൺ ആണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ കേട്ടോ. ഇത്ര ഉള്ളോ? ചുരിദാർ കട്ട് തന്നെ കാണിച്ചിട്ട് ബാക്കി. ഇപ്രാവശ്യം ചുരിദാർ കട്ടാണോ കൂടുതൽ നൈറ്റി? ആഹാ, ഇനി അവിടെ ഇരിക്കുമല്ലേ. ഞാൻ പരിപാടി തീർന്നൊക്കെ ഓർത്ത് ഹാപ്പി ആയിട്ട് നിൽക്കുമായിരുന്നു. ചുരിദാർ കട്ട് കണ്ടോ, ഇങ്ങനൊരു ഡിസൈൻ സൈഡിലോട്ട്. ഇതൊന്ന് കാണിച്ചേ, കുറച്ചൊക്കെ കുറേ ഇങ്ങനെ താഴ്വശവും കൂടെ കാണിക്കേ. അല്ലോ ഇങ്ങനെ ഒന്നുമില്ല, ദാണ്ട് ഇങ്ങനെ. കാഞ്ഞിരപ്പള്ളി നമ്മുടെ കട ഷോപ്പുമായിട്ട് അടുത്തുള്ള ആൾക്കാർ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് കടയിലേക്ക് വരും കേട്ടോ. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ സെയിം നൈറ്റി കടയിൽ അവൈലബിൾ അല്ല, ഈ ഒരു 2-3 ദിവസത്തേക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കടയിൽ അവൈലബിൾ ആവും. കടയിൽ വേറെ ഇഷ്ടംപോലെ നൈറ്റി ഉണ്ട്. ഇതാണ് ഈ പറഞ്ഞത് കറക്റ്റില്ല. അല്ലെങ്കിൽ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കടയിൽ നിന്ന് നേരിട്ട് വന്ന് എടുത്തുകൊണ്ട് പോവാം. ഇത് ഓൺലൈനിൽ ബുക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. കാരണം നിങ്ങൾ ബുക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ സെയിം തന്നെ കാണണമെന്നില്ല. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ എൻ്റെ ദൈവം തമ്പുരാൻ എന്നെ അനുഗ്രഹിച്ചു. എല്ലാ കടയിലും ഓൺലൈനിൽ കാണിക്കുന്ന എല്ലാ കടയിലും എപ്പോൾ വേണമെങ്കിലും എല്ലാം ലഭ്യമാകും. അതായത് പുതിയ ഷോപ്പിലേക്ക് മാറിക്കഴിയുമ്പോൾ അല്ല, പുതിയ ഷോപ്പ് ആയി കഴിയുമ്പോൾ. ഇപ്പോഴത്തെ ഷോപ്പിൽ സ്ഥല പരിമിതിയുണ്ട്, വരുന്നവർക്കൊക്കെ അറിയാമല്ലോ. അതുകൊണ്ടാണ് ഓൺലൈനും വേറെ ഓഫ്ലൈൻ വേറെ അങ്ങനെ ആയിട്ടിരിക്കുന്നത് സാധനങ്ങളെ.
സ്ഥലം അപ്പോൾ പുതിയതിനകത്ത് ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഉണ്ട്, തമ്പുരാൻ്റെ കൃപ കൊണ്ട്. അപ്പം അങ്ങനെയാകുമ്പോൾ എല്ലാം ആവും. ഒത്തിരി പരാതിയുണ്ട് ഓൺലൈനിൽ കാണിക്കുന്നത് കടയിൽ വരുമ്പോൾ ഇല്ല പലതും എന്നും പറഞ്ഞുകൊണ്ട്. ഇത് ചുരിദാർ കട്ടല്ല, നൈറ്റി കട്ട്. ഇതിന് എന്നാ പറയുന്നത്? എന്നാ കട്ടെന്ന്? മാനസി കട്ടല്ല, വേറൊരു കട്ടാണല്ലോ. അയ്യോ, ഇതിനൊരു പേരെന്നാ? എപ്പോഴും ഞാൻ മറന്നു പോകുന്നൊരു പേര്. എന്തോ ഒരു കട്ടെന്ന് പറയും. അഞ്ചനക്കട്ടോ അല്ല, അയ്യോ എന്നെന്നാ മറന്നു. എന്തോ ഒരു കട്ട്. ഇങ്ങനെ റൗണ്ട് നെക്ക് പോലെ വന്നിട്ട് ഇങ്ങനെ നല്ല നല്ല വൃത്തിയാണ് കേട്ടോ. ഇത് ചുരിദാർ കട്ടാണേ, സൈസ് XL. ഇതിനെ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ടൈപ്പ് കട്ടുള്ളതിനില്ലേ 50 ഇഞ്ച് ലെങ്ത് ഇല്ല, ഒരു 48 ഇഞ്ചൊക്കെ ലെങ്തേ ഉള്ളേ. അത് പൊക്കം കൂടുതലുള്ളവർ വാങ്ങിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഈ അണ്ടർസ്കർട്ട് അഡ്ജസ്റ്റ് ചെയ്തിടേണ്ടി വരും. അതല്ലെങ്കിൽ നോർമൽ പൊക്കമുള്ളവർക്കൊന്നും കുഴപ്പമില്ല. ഓവറായിട്ട് പൊക്കമുള്ളവർക്ക് ഒരു 5 ഇഞ്ചിനൊക്കെ മേളിലുള്ളവർക്കൊക്കെ ഇച്ചിരി ഒരു പൊടിക്ക്, പക്ഷേ ഇറക്കം കുറവെന്ന് പറയാനില്ല. എൻ്റെ ആണെങ്കിൽ പാദത്തോട് മുട്ടിയില്ല എന്ന് പറഞ്ഞാൽ, അതായത് പാദം തുടങ്ങുന്നിടത്തോട് മുട്ടിയില്ല എന്ന് പറഞ്ഞാൽ കിടക്കുന്നത്. അത്ര ഇറക്കം മാറ്റി സത്യത്തിൽ നമുക്ക് ജോലി ചെയ്യാനൊക്കെ സൗകര്യം അതാണ്. പിന്നെ അതൊരു ഇറക്കക്കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതിന് മാത്രം, ഈ ഒരു മോഡലിന് മാത്രം ബാക്ക് നെക്ക് ഇത്തലല്ല, വേറെ കാണിക്കാവേ. ആ ഡിസൈനുള്ള ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. ബാക്കിലത്തെ നെക്കല്ല, പ്ലീറ്റ്സ് ഉണ്ടോ ഇതിനങ്ങനെ തൊട്ടു ഇറക്കം ഉണ്ട് കേട്ടോ. ഇത്ര ഇറക്കം മതി, ഇത്ര ഓൾട്ടർ ഒന്നും ചെയ്യണ്ട. അതാണ് ഏറ്റവും വലിയ ഗുണം ഞാൻ നോക്കിയിട്ട്. മറ്റേത് നല്ല ഇറക്കം, നല്ലപോലെ ഇറക്കമുണ്ട്. ഇത് കറക്റ്റ് ഇറക്കം. ഇതിൻ്റെ ബാക്കിലും ഇങ്ങനെ പ്ലീറ്റ്സ് ഉണ്ട്. ഇനിയല്ല നൈറ്റി കട്ടാണേ. നൈറ്റി കട്ടെന്ന് പറയുന്ന കട്ട്, അതായത് പ്ലീറ്റ്സ് ഒക്കെ ഇട്ടത് ഇവിടെ. ഇതിപ്പം എങ്ങനെയാണ് ഇതിൻ്റെ സംഭവം? നെക്ക് ഇങ്ങനെ വന്നിട്ട് ഈ രണ്ട് സൈഡിൽ, ഇതിനാണ് മാനസി കട്ടെന്ന് പറയുന്നത്. ഈ കെട്ടുള്ളതിനായിരിക്കും മാനസി കെട്ടെന്നല്ല കട്ടെന്നാണ്. ഇവിടെ മാത്രം പ്ലീറ്റ്സ്, സെൻറ്ററിൽ മാത്രം പ്ലീറ്റ്സ്. ബാക്കിലും അങ്ങനെ തന്നെ ഇങ്ങനെ വരുന്ന ഒരു കട്ടിങ്ങാണ് കണ്ടോ. മറ്റേ കട്ടിന് എന്നാ നീ പറയുന്നത്? ഇനിയിപ്പോൾ അത് വിചാരമായിരിക്കും എപ്പോഴും. എന്നാലും ആ കട്ടിന് എന്നാ പറയുന്നത്? അറിയാവുന്നൊരു കമൻറ്റ് ഇടുന്നത് ഉണ്ടല്ലോ. അതുവരെ ഞാൻ ആലോചിച്ചുകൊണ്ട് നടക്കും ഇതിങ്ങനെ. ഞാൻ ഇനി സെർച്ചൊക്കെ ചെയ്ത് നോക്കും ഗൂഗിളിൽ, അല്ലെ ആ കടക്കാരോടൊക്കെ വിളിച്ച് ചോദിക്കാം അതിന് എന്നാ കട്ടായിരുന്നു. ബംഗാളികളോട് വിളിച്ച് ചോദിക്കാം ക്യാ കട്ട് ഹേ. ഇത് ഇവിടെ ഇങ്ങനെ ഒരു കട്ടുണ്ട് കേട്ടോ. ഈ സുനായുണ്ട്, എല്ലാ ഡിസൈനിലും കാണത്തില്ലെന്നേ ഉള്ളൂ. ബാഗിലും അങ്ങനെ തന്നെ. ഇത് കണ്ടോ, ഇത് കാണാമോ? ഒന്നേ നോക്കിയേ. ഇങ്ങനെ നേരെ ക്യാമറ ഇങ്ങനെ തന്നെ വെച്ചാൽ മതിയോ? കുനിക്കുകയും പൊക്കമൊന്നും വേണ്ടേ? എല്ലാ വശമൊക്കെ കാണണ്ടേ? ഇത് ഡബിൾ XL ആണ്. ഇതുകൊണ്ടോ XL ആണെങ്കിലും നല്ല സൈസ് ഉണ്ട് കേട്ടോ. ഉണ്ടോ, നല്ല ബീച്ച് ഷെയ്ഡ്, ലൈറ്റ് ബീച്ച് ഷെയ്ഡ്. ഇവിടുത്തെ പ്ലീറ്റ്സ് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ മാത്രം ഇങ്ങനെ ഒരു പ്ലീറ്റ്സ്, ഇങ്ങനെ ഒരു കട്ട്, പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ. ബാക്കിലും അങ്ങനെ സെൻറ്ററിൽ കുറച്ച് പ്ലീറ്റ്സ്. ലാവണ്ടർ ഷെയ്ഡ് ലൈറ്റ്. ലാവണ്ടർ ഷെയ്ഡോ ബേബി പിങ്ക് അല്ല, ലാവണ്ടർ ലൈറ്റ്. ബ്ലാക്കാന്നോർത്ത് ചൂട് കൂടുതലെന്നൊന്നും ഓർക്കൊന്നും വേണ്ട. ഒട്ടും അങ്ങനത്തെ ഇതുള്ള മെറ്റീരിയലല്ല, ചൂടൊന്നും എടുക്കുന്ന മെറ്റീരിയലേ അല്ല. പ്രത്യേകിച്ച് ഒരു വർഷം കൂടെ കഴിയുമ്പോൾ നല്ല ഓക്കെ ആവും.
ഇവിടെ ഇങ്ങനെ നിറച്ചും പ്ലീറ്റ്സ്. ഈ പ്ലീറ്റ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഞാൻ ഉറപ്പായിട്ട് ഞാൻ പറയാം, വില കുറഞ്ഞ നൈറ്റികൾ എടുക്കുമ്പോൾ പ്ലീറ്റ്സ് എന്നൊരു പേരേ കാണുള്ളൂ. അവിടെ ഇവിടെ അങ്ങനെ ഇതങ്ങനെ ഒന്നും പിശുക്കൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. നിറച്ചും പ്ലീറ്റ്സ് നല്ല നമ്മൾ കൂടിയ നൈറ്റികൾക്ക്, ബ്രാൻഡഡ് നൈറ്റീസിന് ഒക്കെ എടുക്കുന്ന, ബ്രാൻഡഡ് അറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ മാർക്കറ്റിലെ ബ്രാൻഡഡ് നൈറ്റീസ്, പേര് ഞാൻ പറയുന്നില്ല. ആ ഒരു അതിലും നല്ല വൃത്തിക്ക് നല്ല ക്വാളിറ്റിയോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ബാക്കിൽ ഇങ്ങനെ 390 ആണെന്ന് തോന്നിയത് അല്ലേ. നല്ലൊരു കളറല്ലേ. ബാക്കിൽ ഇങ്ങനെ കേട്ടോ, ബാക്കിൽ എപ്പോഴും കാണിക്കണ്ടല്ലോ, ഇങ്ങനെയാണേ ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്നതിൻ്റെ. ഇത് ഇത് XXL സൈസാണ്. ഇച്ചിരി വണ്ണം കൂടുതലുള്ളവർ XXL എടുത്തോളുക. നൈറ്റി കട്ട് XXLൻ്റെ തന്നെ നൈറ്റി കട്ട്, അതിൻ്റെ തന്നെ ചുരിദാർ കട്ട്, വണ്ണം കൂടുതലുള്ളവർക്ക് കേട്ടോ. XXL അല്ലേ? XXL എന്നാണ് എഴുതിയേക്കുന്നത്. ചുരിദാർ കട്ട്. ഇനി ഇത് വേറൊരു കളറേ, അത് തന്നെ നൈറ്റി കട്ട് XXL. ഇത് നല്ലൊരു ലൈറ്റ് ഷെയ്ഡ്, അതിൻ്റെ തന്നെ ചുരിദാർ കട്ട്. ഇനി തൊട്ടങ്ങോട്ട് XXL ആണെന്നാണ് എനിക്ക് തോന്നുന്നു, ഇരിക്കുന്ന മൊത്തം ഇതുണ്ട്. ഇത് അതിൻ്റെ തന്നെ ചുരിദാർ കട്ട്. ഇനി XXL. മുമ്പേ കണ്ടത് മുഴുവൻ നമ്മൾ ഫ്രീ സൈസ് എന്ന് പറഞ്ഞത് മുഴുവൻ XLൻ്റെ സൈസ് വരെ വരും. എന്നും കൊണ്ട് ലാർജ് സൈസ് ഉള്ളവർക്ക്, മീഡിയം സൈസ് ഉള്ളവർക്കും അത് പറ്റത്തില്ലെന്നല്ല. ഇച്ചിരി ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി. ചുരിദാറിന് നമ്മൾ സൈഡ് അടിക്കുന്ന പോലെ സൈഡൊന്ന് ഷേപ്പ് ചെയ്തിട്ട് ഷോൾഡറൊന്നും ഇറങ്ങിപ്പോത്തൊന്നുമില്ല. ഇച്ചിരി ലെങ്ത്തും കുറച്ചാൽ മതി. ഇത് പക്ഷേ വണ്ണം കൂടുതലുള്ളവർക്ക് XXL. ഇത് അതിൻ്റെ ചുരിദാർ കട്ട്. ഇത് കണ്ടോ, അതിൻ്റെ തന്നെ ചുരിദാർ കട്ട്. ഇപ്പോൾ കാണിച്ചതിൻ്റെ XXL ആണേ. എല്ലാം നല്ല കോട്ടനാണ് കേട്ടോ, നല്ല കോട്ടൺ. അതിൻ്റെ തന്നെ ചുരിദാർ കട്ട്. ഇനി ഇങ്ങനെ ഒരു ഷെയ്ഡേ, ഒരു ബേജ് എന്ന് പറയാം, അങ്ങനത്തെ ഒരു ഷെയ്ഡ്. XXL, കളർ വ്യത്യാസം മാത്രം. അതിൻ്റെ തന്നെ ചുരിദാർ കട്ട്, നൈറ്റി കട്ട്. കണ്ടോ, ബാക്ക് ഇങ്ങനെ. നമ്മൾ 3 മീറ്റർ തുണി എടുക്കണമെങ്കിൽ തന്നെ, ഇത് നൈറ്റി പീസ് എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയൽ അല്ല, അങ്ങനത്തെ മെറ്റീരിയൽ എടുത്തിട്ടുള്ള ഇതല്ല സാധനം. ഇത് അല്ലാതെ കോട്ടൺ മെറ്റീരിയലിൽ തീർത്തിരിക്കുന്ന നൈറ്റി പീസ് എന്ന് പറഞ്ഞൊരു സാധനം വരുന്നുണ്ട്. അതിപ്പോൾ 3 മീറ്ററിന് ഇത്ര വില എന്നുള്ള രീതിക്ക്, അങ്ങനത്തെ അല്ലിത്. ഇത് കോട്ടൻ്റെ അല്ലാത്ത മെറ്റീരിയലാണ്. അത് കോട്ടൻ്റെ മെറ്റീരിയൽ 3 മീറ്റർ വേണമല്ലോ നമുക്ക് പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് തയ്ക്കണമെങ്കിൽ. അതിൻ്റെ വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കിത് ലാഭം തന്നെയാണ്. വിദ്യ എടുപ്പിക്കാൻ വേണ്ടി മാർക്കറ്റിങ് പറയുന്നത്, എടുപ്പിക്കാൻ വേണ്ടി പറയും, എടുപ്പിക്കാൻ വേണ്ടിയല്ല, എടുക്കണമല്ലോ, എടുക്കാനല്ലേ കാണിക്കുന്നത്. പക്ഷേ ചുമ്മാ ഷൂട്ടോ അടിക്കുമല്ല. ഇത് അതിൻ്റെ തന്നെ XXLൻ്റെ വലിയ സൈസിൻ്റെ തന്നെ നൈറ്റി കട്ട്. അതിൻ്റെ ബാക്ക് പോർഷൻ ഇതേണ്ട ഇങ്ങനെ തീർന്നില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നൈറ്റി വേണ്ടവർ ഞാൻ പറഞ്ഞിട്ട് ഉറപ്പായിട്ട് മറക്കരുത്. നമ്പരും റേറ്റും കൂട്ടിയേ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാവുള്ളൂ. കഴിവതും സ്ക്രീൻഷോട്ട് അയക്കാൻ ശ്രമിക്കുക. ഇന്ന് അയക്കുന്നവർ ഇപ്പോൾ ഒത്തിരി പേര് നമ്പർ മാത്രമായിട്ട് പറയുന്നുണ്ട്. അതിന് നമുക്ക് മറുപടി പറയാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ആ യൂട്യൂബ് പോയി നോക്കി വീഡിയോ പോയി നോക്കിയിട്ട് വേണം നമ്പറുണ്ട് ഏതാണെന്ന് നോക്കിയിട്ട് വേണം നിങ്ങളോട് മറുപടി പറയാൻ. കഴിയുമെങ്കിൽ എങ്ങനെയെങ്കിലും കഴിയുമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. ഒരു രക്ഷയില്ലാത്ത അമ്മമാർ തീരെ അറിയത്തില്ലാത്ത അമ്മമാർ മാത്രമേ ഇന്ന നമ്പർ എന്ന് പറയാവുള്ളൂ. ഇപ്പം ഞാൻ നമ്പർ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നമ്പർ പറച്ചില്ല. അങ്ങനെ ചെയ്യല്ലോ കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാവുന്നവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണേ. നമ്മൾ ഇതൊക്കെ ചിലപ്പം തിരക്കിലാണെങ്കിൽ ഞങ്ങൾ മറുപടി പറയാൻ ഒത്തിരി താമസിക്കുക. അപ്പം നമുക്ക് കിട്ടാതെയും കൂടെ പോകും. പിന്നെ ഒട്ടും അറിയത്തില്ലാത്ത അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്പർ പറഞ്ഞു കഴിയുമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം. സ്ക്രീൻഷോട്ടിൻ്റെ കൂടെ തന്നെ ഈ നമ്പരും ഇതിൻ്റെ മേളിൽ കാണുന്ന നമ്പരും പ്രൈസും വ്യത്യസ്തമായ പ്രൈസുകളാണല്ലോ. അപ്പോൾ ആ പ്രൈസും കൂടെ കൂട്ടി വേണം പറയാൻ. പിന്നെ വാട്സപ്പ് കോൾ വഴി നമുക്ക് ഒരു കാരണവശാലും ബുക്കിംഗ് ഇല്ല. ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് എന്ന് പറയുന്ന നമ്പറിൽ നമുക്ക് വാട്സപ്പ് മെസ്സേജ് മാത്രമേ ഉള്ളൂ, കോളില്ല. കോള് നമുക്ക് അനുവദനീയമല്ല. ഇതിൽ കോള് എടുക്കില്ല. പിന്നെ എൻ്റെ കയ്യിലൊക്കെയാണ് ഫോണെങ്കിൽ ഇതിൻ്റെ ഫോൺ ഒരാളുടെ കയ്യിലും ഇതിൻ്റെ വാട്സപ്പ് വേറെ ആളുടെ കയ്യിലുമായിരിക്കും. നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ആളെ തന്നെ ആയിരിക്കും ഇതിൽ വിളിച്ചാൽ കിട്ടുന്നത്. അതുകൊണ്ട് കോൾ ചെയ്യരുത് ദയവായിട്ട്. നിങ്ങൾ എന്ത് കാര്യത്തിനും മെസ്സേജ് ഇട്ടോ, മറുപടി തന്നിരിക്കും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. കണ്ടോ, റബ്ബറിട്ട് പരിപാടിയുണ്ട്, പിന്നെ പഠിപ്പിച്ചു തരാവേ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.